ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുടുംബശ്രീ ശാരദയുടെ കഥയിൽ ആദ്യം കാണിക്കുന്നത് വിഷ്ണുവും പിള്ളയും സുസ്മിതയെ കാണുന്നതാണ്. സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് എന്താ കയ്യിലെന്ന്. പക്ഷേ സുസ്മിത ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് വെളിയിലോട്ട് പോകാൻ ട്രൈ ചെയ്യുമ്പോൾ വിഷ്ണുവും പിള്ളയും കൂടി പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സത്യഭാമയും ശാലിനിയും എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് കയ്യിലെന്താണെന്ന്. അപ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഇതെൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട് അത് നീ എന്തായാലും താന്ന് പറയുകയാണ്. അപ്പം അവൾ സുസ്മിത കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അന്നേരം പൊന്നിയോട് അത് പിടിച്ച് പരിശോധിക്കാൻ വേണ്ടി ശാലിനി പറയുകയാണ്. എന്നാൽ സുസ്മിത കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. പിടിവലിയിൽ പെട്ടെന്ന് ആ ബാഗ് താഴെ വീഴുന്നുണ്ട്. താഴെ വീഴുമ്പോൾ അതിൽ നിന്ന് നിറച്ച് ഗോൾഡ് വീഴുകയാണ്. അപ്പോഴാണ് അത് പ്രീതിയുടെ ഗോൾഡാണ് തിരിച്ചറിയുന്നത്. ചുരിദാർ മെറ്റീരിയൽ എങ്ങനെ പെട്ടെന്ന് സ്വർണ്ണമായി എന്നൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ് സുസ്മിത. സുസ്മിതയുടെ കള്ളത്തരം പൊളിയുകയാണ്. വിഷ്ണു അപ്പോൾ നടന്ന കാര്യം പറയുന്നുണ്ട്, ബോസ് വിളിച്ച കാര്യവും. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ സത്യഭാമ സുസ്മിതയുടെ ഫോണും പരിശോധിക്കുമ്പോൾ ബോസിനെ വിളിച്ച നമ്പർ കാണുകയാണ്. അതോടെ സത്യഭാമയ്ക്കെല്ലാം ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സത്യഭാമയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കുക, അന്ന് ശാരദാമ്മയ്ക്കുണ്ടായ അനുഭവം ഓർമ്മയുണ്ടില്ല, അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയാണ്. ഉടനെ ശാലിനി അത് വിലക്കുന്നുണ്ട്. പോലീസിനെ വിളിക്കേണ്ട, ഇവിടെ തന്നെ നിൽക്കണം, എങ്കിലേ നമുക്ക് പ്രീതിയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടത്തുള്ളൂ. അന്ന് പഞ്ചകൈലാസത്തിൽ എന്താ നടന്നതെന്നുള്ള കാര്യം പ്രീതിക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ. എല്ലാത്തിനും കൂടി ഇവൾക്ക് ഈ ശിക്ഷയൊന്നും പോരാ, പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയ്ക്ക് എല്ലാം മനസ്സിലാവുമ്പോൾ വിഷ്ണുവിനോട് മാപ്പ് പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ വിഷ്ണു അത് തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അമ്മയുടെ തല എപ്പോഴും ഉയർന്നതിനിരിക്കണം. ആ ഒരു സെൻറ്റിമെൻ്റൽ ടോക്കൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. ഇതേ സമയം ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മ ശാരികയെക്കുറിച്ച് രാജീവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയാണ്. അതോടെ ഇന്നത്തെ കഥ തീരുകയാണ്. താങ്ക് യു.